ഹായ് ഓൾ, എല്ലാവർക്കും സഹാരി റൈസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജേഷ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഡ്മിഷൻ അല്ലേ. അഡ്മിഷൻ്റെ 2 ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു, ശരിയല്ലേ? സോ അഡ്മിഷൻ്റെ 3ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നോക്കി, അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റിസർവ്സ് ആൻഡ് അതർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ്. അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണറിനെ ബിസിനസ്സിനകത്തേക്ക്, ഏത് ബിസിനസ്, പാർട്ണർഷിപ്പ് ഫേമിനകത്തേക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ പുതുതായിട്ടൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആ ബിസിനസ്സിൽ അവിടെ ഉണ്ടായിരുന്ന റിസർവുകളും പ്രോഫിറ്റും ലോസിൻ്റെയും ബാലൻസ് എമൗണ്ടുകളും എന്ത് ചെയ്യും എന്നുള്ളതാണ് കഥ. ഓക്കെ അല്ലേ? അപ്പോൾ പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതുവരെ ആ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന റിസർവുകൾ, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അക്യുമുലേറ്റഡ് ലോസുകൾ, ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകളും അക്യുമുലേറ്റഡ് ലോസുകളും അതുപോലെ റിസർവുകളും എന്ത് ചെയ്യണം? പുതുതായിട്ടൊരു പാർട്ണർ വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ റിസർവും P&L അക്കൗണ്ടും ഏതുവരെയുള്ളതാണ്? ആ പാർട്ണർ ബിസിനസ്സിനകത്തേക്ക് വരുന്നതിന് മുന്നേ ജനറേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉണ്ടായതാണ്, ശരിയല്ലേ? ഓക്കെ അല്ലേ? ആ റിസർവുകളും പ്രോഫിറ്റും ലോസിൻ്റെയും ബാലൻസുകളും എന്ത് ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. ആര് ഷെയർ ചെയ്തെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. ഏത് റേഷ്യോയിൽ? അവരുടെ ഓൾഡ് റേഷ്യോ. പുതിയ പാർട്ണറിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കൊടുക്കേണ്ട ആവശ്യമില്ല. അത്രമാത്രം നോട്ട് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണറിനെ ബിസിനസ്സിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ റിസർവുകളും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ്, ദാറ്റ് മീൻസ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ്, അക്യുമുലേറ്റഡ് ലോസുകൾ, കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാരി ഫോർവേഡ് ചെയ്ത പ്രോഫിറ്റിൻ്റെ ഭാഗം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാരി ഫോർവേഡ് ചെയ്ത ലോസിൻ്റെ ഭാഗം. ഓക്കെ അല്ലേ? ഇതും അതുപോലെ തന്നെ ജനറൽ റിസർവുകളും റിസർവ് ഫണ്ടുകളും എന്ത് ചെയ്യണം? ഷെയർ ചെയ്തെടുക്കും. ആരൊക്കെ ഷെയർ ചെയ്തെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ ദ ഇൻകമിംഗ് പാർട്ണർ ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു എനി ഷെയർ ഇൻ ദി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദി ബിസിനസ് അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് അഡ്മിഷൻ. അപ്പോൾ ഇൻകമിംഗ് പാർട്ണറിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? റിസർവിൻ്റെ പോർഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൻ്റെയും ലോസിൻ്റെയും പോർഷനും കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഹെൻസ്, അതുകൊണ്ട് തന്നെ ദീസ് ബാലൻസസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദി ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നോട്ട് ദ പോയിന്റ്. എന്ത് ചെയ്യുക? ദ പോർഷൻ ഓഫ് റിസർവ് or the reserve fund, then accumulated profits, accumulated losses, etc. should be transferred to the old partners capital account. എങ്ങനെയാണെങ്കിൽ ഇഫ് ദി ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് 2 മെത്തേഡിലാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എത്ര അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യും. ഏതൊക്കെയാ? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ എത്ര അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും? ഓൺലി 1 അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. ഓക്കെ അല്ലേ? സോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും, അതുപോലെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഏത് റേഷ്യോ ആണെന്ന് കൂടി മനസ്സിലാക്കുക. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ റിസർവിൻ്റെയും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ലോസുകളുടെയും പോർഷൻ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കും എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഏത് റേഷ്യോയിൽ? ഓൾഡ് റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക? വീതിച്ചെടുക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ? ഫോർ ദീസ് പർപ്പസ് ദ ജേണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുമ്പോൾ പറഞ്ഞേ റിസർവുകളും പ്രോഫിറ്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ഓർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകളും എന്ത് ചെയ്യുമ്പോൾ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീതിച്ചെടുക്കുമ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയാണ്. ഏതാ? പറ. റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓർ ഇനിയിപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകളാണ് വീതിച്ചെടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലായിരിക്കും? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കും. പഠിച്ചല്ലോ. അപ്പോൾ റിസർവ് ഷെയർ ചെയ്യുമ്പോൾ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. പഠിച്ച? ഓക്കെ അല്ലേ?
ഓക്കെ, അപ്പോൾ ജേണൽ എൻട്രി ഏത് ഡെബിറ്റ് എന്ത് ചെയ്യും, ക്രെഡിറ്റ് എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും ചോദിക്കുക. ഓക്കെ അല്ലേ, ഏത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണെന്ന് മനസ്സിലാക്കുക, അതുപോലെ ആരൊക്കെ വീതിച്ചെടുക്കും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി അക്യുമുലേറ്റഡ് ലോസുകളാണെങ്കിലോ, അക്യുമുലേറ്റഡ് ലോസുകളാണെങ്കിൽ റിവേഴ്സ് എൻട്രി പാസ് ചെയ്യും. എങ്ങനെയാണ് റിവേഴ്സ് എൻട്രി എന്ന് പറഞ്ഞാൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഏതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. ഓക്കെ അല്ലേ, അപ്പോൾ ലോസ് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്, ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ എൻട്രി റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, ഈ എൻട്രി റിവേഴ്സ് ചെയ്യുമ്പോൾ ഇത് രണ്ടും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. റിസർവ് കാണിക്കത്തില്ല, കാരണം റിസർവിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ, ഇത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ്, അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ്. അങ്ങനെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ട് പാർട്ട്നേഴ്സ് ആണ്, എയും ബിയും എന്ന് ചിന്തിക്കുക. ഓൾഡ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആ ഓൾഡ് പാർട്ട്നേഴ്സ് വീതിക്കും. റിസർവുകൾ എവിടെയായിരിക്കും വീതിച്ചെഴുതുക, ക്രെഡിറ്റ് സൈഡിലായിരിക്കും. നമ്മൾ പറഞ്ഞു റിസർവിന്റെ ജേണൽ എൻട്രി എന്താണ്, റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓൾഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാ, എക്സ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മളിത് എവിടെയായിരിക്കും കാണിക്കുക, ഇത് ഈ എൻട്രി നമ്മൾ അക്കൗണ്ടിൻ്റെ ഈ സൈഡിൽ കാണിക്കും. ഇത് ടു സൈഡ് ആണെന്നും റൈറ്റ് സൈഡിൽ ബൈ സൈഡ് ആണെന്നും നമ്മൾ പഠിച്ചു, ശരിയല്ലേ? ഇനി ജേണൽ എൻട്രി പറഞ്ഞ് അപ്പോൾ ഏത് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ റിസർവ് എടുത്ത് എവിടെ കാണിക്കുമെന്ന് ചിന്തിക്കുക. ഈ ജേണൽ എൻട്രി എടുത്ത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു അക്കൗണ്ടിലും ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതത്തില്ല. ക്യാഷ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനകത്ത് ക്യാഷ് എന്ന് എഴുതത്തില്ല. സെയിൽസ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് സെയിൽസ് എന്ന് എഴുതത്തില്ല. പർച്ചേസ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് പർച്ചേസ് എന്ന് എഴുതത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ അതിനകത്ത് ഒരിക്കലും നമ്മൾ എന്തെന്ന് എഴുതത്തില്ല, പാർട്ട്നേഴ്സിന്റെ പേര് എഴുതത്തില്ല. പകരം എന്തുണ്ടോ അതാണ് എഴുതുക. പകരം എന്താണ് ഇവിടെ ഉള്ളത്, റിസർവ് ആണുള്ളത്. ആ റിസർവ് ആയിരിക്കും എഴുതുക. റിസർവിന്റെ ഏതാണ് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ബൈ ആയിരിക്കും. അപ്പോൾ ബൈ ജനറൽ റിസർവ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കുക റിസർവുകളും ഏതും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഓക്കെ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകളും ലോസുകളും ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ എടുത്ത് മാറ്റുന്നത് അല്ലേ. ബാലൻസ് ഷീറ്റിൽ റിസർവുകൾ എപ്പോഴും ഏത് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക, ലയബിലിറ്റി സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. അസറ്റ് സൈഡിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ മാത്രമാണ് ഇവിടെ കാണിക്കുക, അസറ്റിൽ കാണിക്കുക. ഇനി പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് അല്ലല്ലോ, പ്രോഫിറ്റ് ആണെങ്കിൽ എവിടെയാണ് കാണിക്കുക, ലയബിലിറ്റി സൈഡിലായിരിക്കും വരിക. അപ്പോൾ ഒരു ബാലൻസ് ഷീറ്റിൽ റിസർവുകൾ വരുന്നത് ലയബിലിറ്റി സൈഡിൽ, പ്രോഫിറ്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അതും എവിടെയാ, ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡിലായിരിക്കും വരിക, ലയബിലിറ്റി സൈഡിൽ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലുള്ള ഈ റിസർവും പിയാനൽ അക്കൗണ്ട് നമ്മളെടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ അല്ലേ? ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റ് ആയതുകൊണ്ട് എങ്ങോട്ട് മാറ്റുക, റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. റൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്, ലെഫ്റ്റും റൈറ്റും ഇല്ല. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ബാലൻസ് ഷീറ്റിൽ ലെഫ്റ്റും റൈറ്റും ഇല്ല. ഏത് സൈഡ്, ലയബിലിറ്റി ആൻഡ് അസറ്റ് മാത്രം. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ, അതായത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റിൽ കിടക്കുന്ന അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കിടക്കുന്ന റിസർവും പിയാനൽ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ, റൈറ്റ് സൈഡിൽ. അതാണ് ഈ റിസർവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ഓക്കെ അല്ലേ? ഇനി അസറ്റിൽ കിടക്കുന്ന പിയാനൽ അക്കൗണ്ട്, ഈ അസറ്റിൽ പിയാനൽ അക്കൗണ്ട് കിടന്നാൽ അതിന്റെ മീനിങ് അക്യുമുലേറ്റഡ് ലോസുകൾ എന്നാണ്. ഈ അക്യുമുലേറ്റഡ് ലോസുകൾ എടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റും. ആ ലോസുകൾ എടുത്ത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റി. ഓക്കെ അല്ലേ? ഒന്നീ അങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ ജേണലിൽ ചിന്തിക്കുക. ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ റിസർവുകൾ അതുപോലെ തന്നെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ റിസർവ് അക്കൗണ്ട് അപ് ടു ആരൊക്കെയാണ് വിധിച്ചെടുക്കുക, ഓൾഡ് പാർട്ട്നേഴ്സ്. ഏത് റേഷ്യോയിൽ, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി അക്യുമുലേറ്റഡ് പ്രോഫിറ്റുകളാണെങ്കിൽ ലയബിലിറ്റി സൈഡിൽ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയാണ്, പിയാനൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഏത് റേഷ്യോ, അതും ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി അക്യുമുലേറ്റഡ് ലോസുകളാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക, അസറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അതെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ ജേണൽ എൻട്രി ഇതാണ്. ഏതാ പറഞ്ഞോ, എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ എൻട്രി പറഞ്ഞേ, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. ബൈ അല്ലേ ആദ്യം പറയണ്ടേ. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. പിയാനൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. മനസ്സിലായേ? ഓക്കെ.
നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫോർ ഗുഡ്വിൽ. ഗുഡ്വിൽ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. പാർട്ണറിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഗുഡ്വിൽ എങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കിയേ. വെൻ എ ന്യൂ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് ഗുഡ്വിൽ ക്യാൻ ബി ട്രീറ്റഡ് ഇൻ 2 ways. 2 രീതിയിലാണ് ഗുഡ്വിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രീമിയം മെത്തേഡ്, 2 റീവാലുവേഷൻ മെത്തേഡ്. ഏതൊക്കെയാണ്? പ്രീമിയം മെത്തേഡും 2 റീവാലുവേഷൻ മെത്തേഡ്. ഓക്കെ, ക്ലാസ് കുറച്ച് സ്പീഡിനായിരിക്കും പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ അണ്ടർലൈൻ ചെയ്യും, അത് മാത്രം ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗുഡ്വിൽ 2 രീതിയിൽ പ്രീമിയം മെത്തേഡും റീവാലുവേഷൻ മെത്തേഡ്. ഒന്ന് പ്രീമിയം മെത്തേഡ്. പ്രീമിയം മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ണർ, ന്യൂ പാർട്ണർ ബിസിനസ്സിനകത്തേക്ക് ഗുഡ്വിൽ കൊണ്ടുവരുന്നത് എങ്ങനെയായിരിക്കും? ഇൻ ക്യാഷ് ആയിട്ടായിരിക്കും. എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്? ക്യാഷ് ആയിട്ടായിരിക്കും ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പാർട്ണർ, പുതിയ പാർട്ണർ, ന്യൂ പാർട്ണർ, വെൻ എ ന്യൂ പാർട്ണർ ബ്രിങ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് ഇറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. ഏതാ? പ്രീമിയം. അതെന്ന് വിളിക്കുന്നത് പ്രീമിയം എന്ന് വിളിക്കുക. ദ എമൗണ്ട് ഓഫ് പ്രീമിയം ബ്രോട്ട് ഇൻ ബൈ ദ ന്യൂ പാർട്ണർ ഈസ് ഷെയർഡ് ബൈ ദ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഇൻ ദ റേഷ്യോ ഓഫ് സാക്രിഫൈസ്. അപ്പോൾ കൊണ്ടുവരുന്ന ഗുഡ്വില് ആരൊക്കെ ഷെയർ ചെയ്യും? നിലവിലുള്ള ഓൾഡ് പാർട്ണേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ഷെയർ ചെയ്യും. ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യും? സാക്രിഫൈസിങ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ എമൗണ്ട് ഓഫ് പ്രീമിയം, കൊണ്ടുവരുന്ന പ്രീമിയം എമൗണ്ട്. പ്രീമിയം എന്ന് പറയുമ്പോഴേ മനസ്സിലാകും ഗുഡ്വിൽ കൊണ്ടുവരുന്നത് ഏത് രീതിയിലായിരിക്കും? ക്യാഷ് ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ആരൊക്കെ ഷെയർ ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും. ഏത് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത്? സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്ന ഗുഡ്വിൽ ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്ന് ചോദിച്ചാൽ പറയുക സാക്രിഫൈസിങ് റേഷ്യോ. ഇഫ് ദിസ് എമൗണ്ട് ഈസ് പെയ്ഡ് ടു ദി ഓൾഡ് പാർട്ട്നേഴ്സ് ഡയറക്ട്ലി ബൈ ദ ന്യൂ പാർട്ണർ. അതായത് പുതിയ പാർട്ണർ ബിസിനസ്സിനകത്തേക്ക് എന്ത് ചെയ്ത് കൊണ്ടുവരുന്നു? ബിസിനസ്സിനകത്തേക്ക് 5000 രൂപ ഗുഡ്വിലായിട്ട് കൊണ്ടുവരുന്നു എന്ന് കരുതുക. ഓക്കെ, ഈ കൊണ്ടുവരുന്ന ഗുഡ്വില് ഡയറക്ട്ലി ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കുകയാണ്, പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവരാണ്ട് ഡയറക്ട്ലി അങ്ങ് കൊടുത്തു വിടുകയാണെങ്കിൽ നോ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ബുക്കിനകത്ത് എൻട്രി ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ എൻട്രി മേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നുകൂടെ പറയാം. പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില് ഡയറക്ട്ലി പെയ്ഡ് ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ്. ഡയറക്ട്ലി പെയ്ഡ് അല്ലെങ്കിൽ പ്രൈവറ്റ്ലി പെയ്ഡ് ടു ദി ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് പ്രൈവറ്റ് ആയിട്ട് കൊടുക്കുകയാണ്, അതായത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവന്ന് പിന്നീട് കൊടുക്കുകയല്ല ചെയ്യുന്നത്, അല്ലാണ്ട് കൊടുത്ത് വിടുകയാണെങ്കിൽ നോ എൻട്രി ഈസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഓക്കെ, ബുക്കിനകത്ത് എൻട്രി കാണിക്കേണ്ട ആവശ്യമില്ല. ബട്ട് വെൻ ദി എമൗണ്ട് ഈസ് പെയ്ഡ് ത്രൂ ദ ഫേം എന്ന് പറഞ്ഞാൽ എമൗണ്ട് കൊടുക്കുന്നത് ഫേമിലൂടെയാണെങ്കിൽ, ബിസിനസ്സിനകത്തേക്ക് കൊണ്ടുവന്ന് എന്നിട്ടാണ് കൊടുത്തു വിടുന്നതെങ്കിൽ ഫോളോയിങ് ജേണൽ എൻട്രി ആർ പാസ്ഡ്. ഓക്കെ, ഫോളോയിങ് ജേണൽ എൻട്രീസ് ആർ പാസ്ഡ്. ഒന്നുകൂടെ പറയാം. വെൻ ദ ന്യൂ പാർട്ണർ ബ്രിങ്സ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ ഇൻ ക്യാഷ് and it is paid to the old partners directly, then which entry will be made? ഏത് എൻട്രി ആയിരിക്കും കാണിക്കുക എന്നുള്ളതായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പോൾ നമ്മൾ പറയുക പ്രൈവറ്റ് ആയിട്ട് കൊടുത്തു വിടുകയാണ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു വിടുകയാണെങ്കിൽ, ഫേമിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല, ഡയറക്ട്ലി പെയ്ഡ് ടു ദ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു എൻട്രിയും ബുക്കിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എമൗണ്ട് ബിസിനസ്സിനകത്തേക്ക് വരുന്നു, ഫേമിലേക്ക് വരുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ എമൗണ്ട് റീറ്റെയിൻ ചെയ്യുന്നു, ബിസിനസ്സിൽ തന്നെ നിലനിർത്തുകയാണെങ്കിൽ താഴെ പറയുന്ന എൻട്രികൾ നമ്മൾ എന്ത് ചെയ്യും? പാസ് ചെയ്യും. ഒന്ന്, ബിസിനസ്സിനകത്തേക്ക് ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്ത് ഫോമിൽ വരുന്നു? പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന് എഴുതും. ഓക്കെ, എമൗണ്ട് ബ്രോട്ട് ബൈ ന്യൂ പാർട്ണർ ആസ് പ്രീമിയം. പ്രീമിയം എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോൾ കയ്യിലേക്ക് ക്യാഷ് വരുന്നു, ക്യാഷിന് ഡെബിറ്റ് ചെയ്തു. ഏതിൻ്റെ ഫോമിലാണെന്ന് ചോദിച്ചാൽ ഗുഡ്വില്ലിൻ്റെ ഫോമിലാണ്. ക്ലിയർ അല്ലേ? ഇനി പ്രീമിയം ഫോർ ഗുഡ്വില് എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്തെടുക്കും. ആരൊക്കെ ഷെയർ ചെയ്തെടുക്കും? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കും. ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുമ്പോൾ എൻട്രി ഇതാണ്: പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ഇവിടെ പ്രീമിയം ഫോർ ഗുഡ്വിൽ അല്ലെങ്കിൽ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു ഐറ്റം ബുക്കിൽ റീറ്റെയിൻ ചെയ്യുകയാണ്, അതായത് നിലനിർത്തുകയാണ്, ബാലൻസ് ഷീറ്റിലൂടെ കാണിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ മാത്രമേ ഈ എൻട്രി പാസ് ചെയ്യത്തുള്ളൂ.
പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആരൊക്കെ ഷെയർ ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യുന്നു എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ അല്ലേ? പറഞ്ഞ മനസ്സിലായി? ഓക്കെ. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദി എബൌട്ട് 2 ജേണൽ എൻട്രീസ്, ഏതൊക്കെയാണ് 2 ജേണൽ എൻട്രീസ് എന്ന് പറയുന്നത്? ക്യാഷ് അക്കൗണ്ട് അപ് ടു, ബിസിനസ്സിനകത്തേക്ക് എന്ത് വന്നു? ക്യാഷ് വന്നു ഇൻ ദ ഫോം ഓഫ് ഗുഡ് വിൽ. അപ്പോൾ നമ്മൾ എഴുതി ക്യാഷ് അക്കൗണ്ട് അപ് ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ. എന്നിട്ട് ആ ഗുഡ് വിൽ ഷെയർ ചെയ്യുമ്പോൾ പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് എഴുതി ഇല്ലേ? ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് നോക്കിയേ. പ്രീമിയം ഫോർ ഗുഡ് വിൽ ഇവിടെ ആദ്യത്തെ എൻട്രിയിൽ ക്രെഡിറ്റ് ഉണ്ട്, രണ്ടാമത്തെ എൻട്രിയിൽ ഡെബിറ്റും ഉണ്ട്. രണ്ടും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ബാക്കിയുള്ളത് ഏത് മാത്രമാണ്? ക്യാഷ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതാണ് ഈ പറയുന്നത്. എന്ത് ചെയ്യാം? നേരത്തെ പറയുന്ന 2 എൻട്രികൾ പാസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഒരൊറ്റ എൻട്രി ആയിട്ട് പാസ് ചെയ്യാം. അതാണ് ക്യാഷ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. സാക്രിഫൈസിങ് റേഷ്യോയിൽ ഓൾഡ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നു? പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന പ്രീമിയം ഫോർ ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഒരിക്കലും അതായത് ബുക്കിനകത്ത് ഗുഡ് വിൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ ഒരു എൻട്രി ആയിരിക്കും പാസ് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടത് പറയാം. ഓക്കെ, ക്ലിയർ ആയി? അപ്പോൾ ഈ എൻട്രി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ക്യാഷ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുപോലെ ഓൾട്ടർനേറ്റീവ്ലി ഓക്കെ ആ എൻട്രി പാസ് ചെയ്യേണ്ട നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് ടു ദി ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ദെൻ അഡ്ജസ്റ്റഡ് ഇൻ ഫേവർ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ദെയർ സാക്രിഫൈസിങ് റേഷ്യോ. അതായത് ബിസിനസ്സിലേക്ക് ആദ്യം നമ്മൾ പറഞ്ഞു, ബിസിനസ്സിലേക്ക് പ്രീമിയം കൊണ്ടുവന്നാൽ നമ്മൾ ക്യാഷ് അക്കൗണ്ട് അപ് ടു പ്രീമിയം ഫോർ ഗുഡ് വിൽ എന്ന് എഴുതി. എന്നിട്ട് ആ ഗുഡ് വിൽ ഷെയർ ചെയ്യുമ്പോൾ പ്രീമിയം ഫോർ ഗുഡ് വിൽ അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. അതിൽ പ്രീമിയം ഫോർ ഗുഡ് വിൽ 2 എൻട്രിയിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. ക്യാഷ് അക്കൗണ്ട് അപ് ടു ഏതാ? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു. ശരിയാണ്. ഇനി നമ്മൾ കാണിക്കുന്നത് പ്രീമിയം ഫോർ ഗുഡ് വിൽ എന്നല്ല, പകരം ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കായിരിക്കും അത് കാണിക്കുക. കൊണ്ടുവരുന്ന ഗുഡ് വിൽ എങ്ങോട്ട് കാണിക്കുക? ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കും. എന്നിട്ട് ഈ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്തുള്ള ആ ഒരു ഗുഡ് വിൽ ആരൊക്കെ എങ്ങ് ഷെയർ ചെയ്യും? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും. ഏത് റേഷ്യോയിൽ? സാക്രിഫൈസിങ് റേഷ്യോയിൽ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക 2 എൻട്രിയും പാസ് ചെയ്യാം. ഒന്ന് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ അല്ലേ? രണ്ടാമത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? നോക്കൂ, ഇതുപോലെ 2 എൻട്രികൾ പാസ് ചെയ്യാം. ഓക്കെ, പ്രധാനമായും ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യുന്നത്. ബട്ട് ചില സമയങ്ങളിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നേരത്തെ എഴുതിയ എൻട്രികൾ എഴുതാണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് അക്കൗണ്ട് അപ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് എഴുതാം. എന്നിട്ട് ഈ ന്യൂ പാർട്ട്ണറിന് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഓൾഡ് പാർട്ട്നേഴ്സ് അത് ഷെയർ ചെയ്തെടുക്കുന്നു. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ടത് ഏത് എൻട്രി മാത്രം പഠിച്ചാൽ മതി? ക്യാഷ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് മനസ്സിലാക്കിയിരിക്കുക. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആ എൻട്രിയും നമുക്ക് എന്ത് ചെയ്യാം? പാസ് ചെയ്യാം. ഓക്കെ അല്ലേ? Clear? As per the accounting standards, it is not recommended to raise goodwill account but to show the adjustment of goodwill through partners capital account. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഗുഡ് വിൽ അക്കൗണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബുക്കിനകത്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ജേണൽ എൻട്രി ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കുക. ക്യാഷ് കൊണ്ടുവരുന്ന ഗുഡ് വിൽ ക്യാഷിൻ രൂപത്തിൽ, ആ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആരൊക്കെ ഷെയർ ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ്. ഫോർ എക്സാമ്പിൾ എ ആണ് ബി ആണ് ഓൾഡ് പാർട്ട്നേഴ്സ് എങ്കിൽ എയ്സ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ. ഏത് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത്? സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും ഷെയർ ചെയ്യുന്നത്. മനസ്സിലായി? ഓക്കെ, ഇനി നോക്കിയേ. ഇഫ് ക്യാഷ് ബ്രോട്ട് ഇൻ ഫോർ ഗുഡ് വിൽ ഈസ് വിഡ്രോൺ ബൈ ദി ഓൾഡ് പാർട്ട്നേഴ്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് പല പല രീതികളുണ്ട് എന്ന് പഠിക്കും. ഓക്കെ, അതിനകത്ത് പ്രധാനമായും നമ്മൾ പാസ് ചെയ്യുന്ന കുറച്ച് എൻട്രികളുണ്ട്. ആദ്യത്തെ എൻട്രിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്ന ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ്. കൊണ്ടുവരുന്ന ഗുഡ് വിൽ എന്ത് ചെയ്യുന്നു? ഷെയർ ചെയ്യുന്നു. ഓക്കെ, കൊണ്ടുവരുന്ന ഗുഡ് വിൽ ഷെയർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി ഒന്നുകൂടെ എഴുതാം. കൊണ്ടുവരുന്നു ഗുഡ് വിൽ, ക്യാഷ് വരുന്നു ടു. ആരൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. ഫേമിനകത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ ബിസിനസ്സിനകത്തുണ്ട് ആ എമൗണ്ട്.
പാർട്ണർ എടുത്തുകൊണ്ട് പോയോ, സ്വന്തമായിട്ട് പിൻവലിച്ചുകൊണ്ട് പോയോ, വിഡ്രോ ചെയ്തുകൊണ്ട് പോയോ? കൊണ്ടുപോയില്ല. ഇനി ഈ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്തായിരിക്കും എൻട്രി? ഷെയർ ചെയ്യുമ്പോഴുള്ള എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാഷ് വന്നു എന്ന് പറഞ്ഞ് കാണിക്കും. എന്ത് ക്യാഷ് വന്നു? കൊണ്ടുവന്ന ഗുഡ്വിൽ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ് കാണിച്ചു. ഓക്കെ അല്ലേ? ഇനി ഇതിന് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ എൻട്രിയെ ഓപ്പോസിറ്റ് എൻട്രി, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ചെയ്യും. ഓക്കെ അല്ലേ? ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ. ഇനി നോക്കൂ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എയും ബിയും സിയും ആയിരുന്നു. ഓക്കെ, അതായത് സി ആണ് പുതിയ പാർട്ണർ. സി ബിസിനസ്സിലേക്ക് 10,000 രൂപ ഗുഡ്വിലുമായിട്ട് കൊണ്ടുവന്നു. ഈ 10,000 രൂപ ആരൊക്കെ ഷെയർ ചെയ്യും? എയും ബിയും ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി നിങ്ങൾ തന്നെ പറ, ക്യാഷ് അക്കൗണ്ട് അപ് ടു ആരുടെ? എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എഴുതാൻ സി കൊണ്ടുവന്നു ഇല്ലേ? ഇനി അതവിടെ ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെ? ബുക്കിനകത്ത്. ഏത് ബുക്കിൽ? ഫേമിൻ്റെ ബുക്കിനകത്ത് ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിയല്ലേ? ഈ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന 10,000 രൂപ, 10,000 ഫോർ എക്സാമ്പിൾ ഈക്വൽ ആയിട്ടാണെങ്കിൽ, സപ്പോസ് ഈക്വൽ ആയിട്ടാണെങ്കിൽ 10,000 ക്യാഷ് എന്ന് എഴുതും. 5,000 ഓരോ പാർട്ണറിൻ്റെയും ഏത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കും. ശരിയല്ലേ? അപ്പോൾ 5,000 നമ്മൾ കാണിച്ചു വെച്ചു. ഇനി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? 10,000 കൊണ്ടുവന്നത് എയും ബിയും ഷെയർ ചെയ്തു എന്നുള്ളതാണ്. ശരിയല്ലേ? ഈ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്ന എമൗണ്ട് ചിലപ്പോൾ പാർട്ട്ണറിന് എന്ത് ചെയ്യാം? ഫുള്ളി ഓർ പാർഷ്യലി വിഡ്രോൺ. എന്ത് ചെയ്യാം? ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാം. അത് കംപ്ലീറ്റ്ലി എടുത്തുകൊണ്ട് പോകാം. 5,000 കംപ്ലീറ്റ്ലി എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ പകുതി എടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷനും എടുത്തുകൊണ്ട് പോകാം. ഓക്കെ അല്ലേ? എങ്ങനെയായാലും കുറച്ചെടുത്തുകൊണ്ട് പോയാലും ഫുൾ എടുത്തുകൊണ്ട് പോയാലും ഷെയർ ചെയ്യുമ്പോൾ ബിസിനസ്സിനകത്തേക്ക് കാണിക്കുമ്പോൾ ഇതാണ് എൻട്രി. അപ്പോൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ എൻട്രി റിവേഴ്സ് എൻട്രി ഏതാണ്? എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ് പോയി എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ. ഫോർ ദി എമൗണ്ട് ബ്രോട്ട് ഇൻ ഫോർ ഗുഡ്വിൽ ക്രെഡിറ്റഡ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നമുക്കറിയാം, കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി പറ, ക്യാഷ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോ ആണെന്ന് അറിയാം നമുക്ക്? സാക്രിഫൈസിങ് റേഷ്യോ ആണെന്ന് അറിയാം ഇല്ലേ? അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. എവിടെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ബിസിനസ്സിലെ ക്യാഷ് കുറയും. ഓക്കെ അല്ലേ? ആരുടെ അക്കൗണ്ടിൽ കൂടും? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ക്യാഷ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി ആരുടെ അക്കൗണ്ടിലേക്ക് വന്നു? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതായത് ഷെയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു, ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റും ചെയ്യുന്നു. ക്ലിയർ? വേർ ദി ന്യൂ പാർട്ട്ണർ പേയ്സ് എമൗണ്ട് ഓഫ് ഗുഡ്വിൽ പ്രൈവറ്റ്ലി ടു ദി ഓൾഡ് പാർട്ട്നേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡയറക്ട്ലി, അതായത് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നില്ല, അല്ലാണ്ട് എന്ത് ചെയ്യുന്നു? ആർക്കും കൊടുത്തു വിടുകയാണ്. ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുത്തു വിടുകയാണെങ്കിൽ നോ എൻട്രി ഷുഡ് ബി പാസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഓക്കെ, അത് നോട്ട് ഡൗൺ ചെയ്യുക. എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. when a new partner brings his share of goodwill, okay, brings his goodwill, amount of goodwill and paid to the old partners directly or privately, okay, then the following, which of the following entry should be passed എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ എഴുതുക നോ എൻട്രി ഷുഡ് ബി പാസ്ഡ്, പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ എമൗണ്ട് ടു ബി പെയ്ഡ് ടു ഈച്ച് പാർട്ണർ ഷുഡ് ബി കാൽക്കുലേറ്റഡ് ആസ് പെർ ദി പ്രോഫിറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഓരോ പാർട്ണറിനും കൊടുക്കേണ്ട എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിങ് റേഷ്യോയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊടുത്തു വിടുന്നത്. ബട്ട് നമ്മൾ എൻട്രി പാസ് ചെയ്യത്തില്ല. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നോക്കി, X and Y are partners in a firm sharing profits and losses in the ratio 3:2. They admit Z as a partner 1/5 share ആണ് കൊടുത്തത്. Z paid 5,000 privately to X and Y as his share of goodwill. ആർ കൊടുത്തു? എക്സിനും വൈക്കും പ്രൈവറ്റ് ആയിട്ട് 5,000 കൊടുത്തു. ജേണൽ എൻട്രി എന്താണ്? ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? നോ ജേണൽ എൻട്രി ഷുഡ് ബി പാസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് ദ ഫേം. ഓക്കെ, എൻട്രി പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എന്താണ് വാട്ട് ഈസ് ദ ജേണൽ എൻട്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നോ എൻട്രി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ക്വസ്റ്റ്യൻ കണ്ടിട്ട് ചെയ്യാൻ നിൽക്കേണ്ട. ക്ലിയർ അല്ലേ? When goodwill is already exist in the books of accounts. ഓക്കെ, പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുമ്പോൾ വരുന്ന സമയത്ത് ബുക്കിൽ ഓൾറെഡി ഗുഡ്വിൽ ഉണ്ട്. ഒന്നുകൂടാ നോക്കി,
എയും ബിയും നേരത്തെ ഉണ്ടായിരുന്നു, സി വരുന്നു, സി വരുമ്പോൾ സി ഒരു 10,000 നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 10,000 ഗുഡ് വിൽ കൊണ്ടുവരുന്നു. ഓക്കെ, ഗുഡ് വിൽ കൊണ്ടുവരുന്നു 10,000 സി ആണ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് എയുടെയും ബിയുടെയും ബിസിനസ്സിൽ ഒരു 5,000 ഗുഡ് വിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 5,000 ഉണ്ടായിരുന്നു. പറഞ്ഞാൽ മനസ്സിലായോ? വെൻ ഗുഡ് വിൽ ഈസ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എന്തുണ്ട്? ഒരു എന്തുണ്ട്? goodwill account കിടപ്പുണ്ട്. If goodwill already appears in the books of accounts at the time of admission സമയത്ത് ബുക്കിൽ, ആരുടെ ബുക്കിൽ? ബിസിനസിന്റെ ബുക്കിൽ അല്ലെങ്കിൽ ഫേമിന്റെ ബുക്കിനകത്ത് എന്ത് കിടപ്പുണ്ട്? ഒരു ഗുഡ്വിൽ ഓൾറെഡി കിടപ്പുണ്ടെങ്കിൽ if the partners decide, it can be written off by transferring it to the existing partners capital account or current account. ഓക്കെ അല്ലേ? എന്ത് ചെയ്യും? ഓൾറെഡി ഒരു ഗുഡ്വിൽ അക്കൗണ്ട് ഉണ്ട്. ആര് വരുന്ന സമയത്ത്? പുതിയൊരു പാർട്ണറിനെ ബിസിനസ്സിനകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ പാർട്ണർ ഗുഡ്വിൽ കൊണ്ടുവരും. അതോടൊപ്പം എന്തും ചെയ്യുന്നുണ്ട്? നമ്മുടെ ബിസിനസ്സിൽ ആ എയും ബിയും മാത്രം ഉണ്ടായിരുന്ന സമയത്ത് അവർ ജനറേറ്റ് ചെയ്ത ഗുഡ്വിൽ ആ ബുക്കിനകത്ത് കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ ആണോ? എന്ത് ചെയ്യണമെന്നാ പഠിക്കുക? റൈറ്റ് ഓഫ് ചെയ്യണം. റൈറ്റ് ഓഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ദാ ഓൾറെഡി ബുക്കിനകത്ത് കിടക്കുന്ന ഗുഡ്വിലാണ്. അപ്പോൾ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി ഇതാണ്. നോക്കൂ, ആരുടെയൊക്കെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? റൈറ്റ് ഓഫ് ബൈ ട്രാൻസ്ഫറിങ് ഇറ്റ് ദി എക്സിസ്റ്റിംഗ് ഓർ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ അവരുടെ കറണ്ട് അക്കൗണ്ടിലേക്കോ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റണമെങ്കിൽ ഏത് മെത്തേഡ് ആയിരിക്കണം? അവിടെ ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കണം. കറണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ ഏത് മെത്തേഡ് ആയിരിക്കണം? ഫിക്സഡ് ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, ഏത് റേഷ്യോയിലാണ് മാറ്റുന്നതെന്ന് മനസ്സിലാക്കുക. ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ പുതുതായിട്ട് വരുന്ന പാർട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വിൽ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഏത് റേഷ്യോ യൂസ് ചെയ്യുക? സാക്രിഫൈസിംഗ് റേഷ്യോ. ഓൾറെഡി ബിസിനസ് കിടക്കുന്ന ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് മാറ്റേണ്ടത്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോഴേ ഏത് റേഷ്യോയും ചിന്തിക്കുക? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോ. ഏത് റേഷ്യോ? ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അല്ലെങ്കിൽ തന്നെ എയും ബിയും കൂടി ജനറേറ്റ് ചെയ്ത ഗുഡ്വിൽ അല്ലേ ഈ 5,000. അപ്പോൾ സിക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു ഷെയർ ഉണ്ടാവും? ഇല്ല. അപ്പോൾ എയും ബിയും കൂടി ജനറേറ്റ് ചെയ്ത ഗുഡ്വിൽ ആയതുകൊണ്ട് തന്നെ ഏത് റേഷ്യോയിൽ തന്നെ അവർ വീതിക്കും? ഓൾഡ് റേഷ്യോയിൽ തന്നെ വീതിക്കും എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെ വീതിക്കുമ്പോൾ ജേർണൽ എൻട്രി ഇതാണ്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ. ഏതാണ് ജേർണൽ എൻട്രി? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ഈ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുക, ഷെയർ കാണിക്കുക. അപ്പോൾ ആരുടെ അക്കൗണ്ട് കൂടി? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഗുഡ്വിൽ അക്കൗണ്ട് ഇല്ലാണ്ടായി. ഓക്കെ അല്ലേ? ഓക്കെ, അസറ്റ് കുറഞ്ഞു, അതാണ് ഈ ഗുഡ്വിൽ കുറഞ്ഞതായിട്ട് ക്രെഡിറ്റ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് കൂടുകയാണ് ചെയ്തത്. ക്ലിയർ? ഓക്കെ അല്ലേ? Unless otherwise stated, the partners' capitals should be assumed to be fluctuating. Current accounts are to be used in case of fixed capital. നമുക്കറിയാം. ഓക്കെ, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എത്ര അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും? ഓൺലി 1 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ മാത്രമാണ് 2 അക്കൗണ്ട്. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഓക്കെ, നോക്കിയ ഒരു എക്സാമ്പിൾ. സുനിൽ ആൻഡ് ദിലീപ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 3:2. സച്ചിൻ ഈസ് അഡ്മിറ്റഡ് 1/6 ആണ് കൊടുത്തത്. ഹി ഈസ് ടു ബ്രിങ് 20,000 ആസ് ക്യാപിറ്റൽ. 20,000 രൂപ എന്തായിട്ട്? ക്യാപിറ്റലായിട്ടും 40,000 രൂപ ഷെയർ ഓഫ് ഗുഡ്വിൽ ആയിട്ടും കൊണ്ടുവന്നു. മനസ്സിലായി കഥ? ഗുഡ്വിൽ ഓൾറെഡി അപ്പിയർഡ് ഇൻ ദ ബുക്സ്. എത്ര രൂപ? 10,000 രൂപ. അയാളെ കൊണ്ടുവന്നു. എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റലും കൊണ്ടുവന്നു, ഗുഡ്വിലും കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? ഷെയർ ഓഫ് ഗുഡ്വിലും കൊണ്ടുവന്നു. ആ സമയത്ത് ബിസിനസ്സിൽ എന്ത് കിടപ്പുണ്ട്? ഒരു ഗുഡ്വിൽ കിടപ്പുണ്ട്. എത്ര രൂപ? 10,000. ഓക്കെ, ആൻഡ് ദർ ഈസ് നോ ഡിസിഷൻ ടു റീറ്റെയിൻ ഇറ്റ്. ആ ഗുഡ്വിൽ എന്ത് ചെയ്യേണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. നിലനിർത്തണ്ട, അതായത് എന്ത് ചെയ്ത് കളയുക? ബുക്കിനകത്തേക്ക് ഇനി കാണിക്കണ്ട. ഓക്കെ, ബുക്കിനകത്തേക്ക് കാണിക്കണ്ട. റീറ്റെയിൻ ചെയ്യേണ്ടെന്ന് പറയുമ്പോഴേ ആലോചിക്കുക റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്നാണ്. ഓക്കെ, റൈറ്റ് ഓഫ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് കളയണമെന്നല്ല, റൈറ്റ് ഓഫ് ചെയ്ത് അക്കൗണ്ടിലേക്ക്, ആര് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ്. ഓക്കെ, ദർ ഈസ് നോ ഡിസിഷൻ ടു റീറ്റെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഓൾറെഡി കിടക്കുന്ന 10,000 ഇനി ബുക്കിനകത്ത് റീറ്റെയിൻ ചെയ്യണ്ട. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് കളയണം? അത് റൈറ്റ് ഓഫ് ചെയ്യണം. ഓക്കെ, ജേർണൽ എൻട്രി പറ. ഇതിൽ പ്രോബ്ലം ചോദിക്കുകയൊന്നുമില്ല. പ്രോബ്ലം എന്താണ്? ഇൻ ദിസ് കേസ് എന്തായിരിക്കും ചോദിക്കുക? ഓക്കെ, ഇൻ ദിസ് സിറ്റുവേഷൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇൻ ദിസ് സിറ്റുവേഷൻ
ഏതാ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജേർണൽ എൻട്രീസ് ആർ കറക്റ്റ് ട്രൂ എന്നായിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഇൻ ദിസ് സിറ്റുവേഷൻ ദി ഗുഡ് വിൽ ഓൾറെഡി അപ്പിയർഡ് ഇൻ ദ ബുക്സ് ആർ അഡ്ജസ്റ്റഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. ഓക്കെ, എന്നിട്ട് എൻട്രി ആയിരിക്കും തന്നിരിക്കുക, എൻട്രി എമൗണ്ടും ആയിരിക്കും തന്നിരിക്കുക. എൻട്രി എമൗണ്ട് തന്നിരിക്കുമ്പോൾ നിങ്ങൾ നോക്കി കറക്റ്റ് അനലൈസ് ചെയ്താലേ കറക്റ്റായിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? അപ്പോൾ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ഷെയർ ചെയ്യുമ്പോൾ ഉള്ള എൻട്രി എന്താണെന്ന് ചോദിക്കാം. ചിലപ്പോൾ ഓൾറെഡി അപ്പിയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ബുക്കിനകത്ത് കിടക്കുന്ന 10,000 അതാണ് ഗുഡ് വിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ് എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ എൻട്രി പറഞ്ഞു, ചുമ്മാ പറ. ഇതാ അയാൾ 20,000 രൂപ ബിസിനസ്സിന് എന്ത് കൊണ്ടുവന്നു? ക്യാപിറ്റൽ കൊണ്ടുവന്നു. ക്യാപിറ്റൽ കൊണ്ടുവന്നാലും ഗുഡ് വിൽ കൊണ്ടുവന്നാലും ബിസിനസ്സിൽ എന്താണ് വരുന്നത്? ക്യാഷ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ എത്ര? 20,000 കൊണ്ടുവന്നു. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അടുത്തത് ഗുഡ് വിൽ കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു ഗുഡ് വിൽ എന്ന് എഴുതണ്ട. ഓക്കെ, എന്ത് ചെയ്താൽ മതി? ആ കൊണ്ടുവരുന്ന ഗുഡ് വിൽ ആരൊക്കെ ഷെയർ ചെയ്യുമെന്ന് കാണിച്ചാൽ മതി. ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യും. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാ? സുനിലും അതുപോലെ തന്നെ എസിന്റെ ക്യാപിറ്റൽ അതുപോലെ തന്നെ ഡീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കാണിക്കും. ഓക്കെ അല്ലേ? എത്രയാണ് കൊണ്ടുവരുന്നത്? 20,000 ആണ് കൊണ്ടുവരുന്നത്. ഏത് റേഷ്യോയിലാണ് കാണിക്കുക? 20,000 ഏത് റേഷ്യോയിൽ ഷെയർ ചെയ്യണം? 20,000 സാക്രിഫൈസിങ് റേഷ്യോയിൽ ഷെയർ ചെയ്യും. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇവിടെ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:2 ആണ്. ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/6 ആണ്. അപ്പോൾ 3:2:1. അപ്പോൾ രണ്ടുപേരുടെ നോക്കിയാൽ മതി, രണ്ടും സെയിം ആണ്. അതുകൊണ്ട് എന്ത് തന്നെയായിരിക്കും? 3:2 തന്നെ ആയിരിക്കും. എന്ത് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ അല്ലേ? അപ്പോൾ 20,000ന്റെ 3/5 എന്ന് പറഞ്ഞാൽ 20,000ന്റെ 3/5 എന്ന് പറഞ്ഞാൽ 12,000 രൂപയും 8,000 രൂപയും ഓരോരുത്തർക്കും കിട്ടും. ക്ലിയർ അല്ലേ? ഇനി കൊണ്ടുവന്ന ഗുഡ് വിൽ ഷെയർ ചെയ്തപ്പോൾ ക്യാഷ് വന്നു, 20,000 ഷെയർ ചെയ്തു എന്ന് കാണിച്ചു. ആരുടെ അക്കൗണ്ടിലേക്ക് കാണിച്ചു? എസിന്റെയും ഡിയുടെയും അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്ത് കാണിച്ചു. ഇനി ഓൾറെഡി ബുക്കിനകത്ത് നമ്മുടെ ബിസിനസ്സിനകത്ത് കിടക്കുന്ന 10,000 എന്ത് ചെയ്യണം? റിട്ടൈൻ ചെയ്യണ്ട. അപ്പം നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ഓഫ് ചെയ്യും. റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ സുനിൽസ് ക്യാപിറ്റൽ, ദെൻ അതുപോലെ ദിലീപ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു എന്ത് കിടക്കുന്ന ഗുഡ് വിൽ എടുത്ത് കളയാനാണ് പറഞ്ഞത്. അതുകൊണ്ട് ക്രെഡിറ്റിൽ എന്ത് കാണിച്ചാൽ മതി? ഗുഡ് വിൽ എന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഏത് റേഷ്യോയിലായിരിക്കും ഈ 10,000 ഷെയർ ചെയ്യുക എന്ന് ചോദിച്ചാൽ 10,000 ഷെയർ ചെയ്യേണ്ടത് 3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് കാണാം. ബൈ.